വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ദർശന വ്ളോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്നൊരു പനീർ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ റെസിപ്പി ഇന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് 3 വെളുത്തുള്ളി കുഞ്ഞേതായി അരിഞ്ഞതും, പിന്നെ 2 പച്ചമുളക് കുഞ്ഞേതായി അരിഞ്ഞതുമാണ് ഇട്ടത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചി ഒരു കഷ്ണം നമ്മൾ പൊടിയായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് കുക്കാണ് വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ക്യാബേജും ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് ഇത് ഉണ്ടാക്കുന്നതാണ്. നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മസാലകൾ ചേർക്കാൻ പോവുകയാണ്. 1 നുള്ള് മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. നമ്മൾ നന്നായി മിക്സ് ചെയ്യേണ്ടതാണ്. നന്നായി മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ആവുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതാണ്. നമ്മളിട്ട മസാലകളൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീർ ചേർക്കാൻ പോവുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മാത്രം കട്ട്ലേറ്റിനുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പാടുള്ളൂ. പനീർ നന്നായി ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ഇടാം. മിക്സിയിൽ പൊടിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തുള്ളത്. നമ്മളിതെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യണം. എന്നാലേ കറക്റ്റ് പരുവാവുള്ളൂ. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നമ്മൾ മൂടി വയ്ക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്കിത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നന്നായി കുക്കായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. നമ്മളിത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് അത് സ്മാഷ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ടിട്ട് വേണം ഇത് ചേർക്കണമെങ്കിൽ. ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട്. നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമുക്ക് എടുത്തു നമ്മൾ സ്മാഷ്ഡ് പൊട്ടാറ്റോ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. എന്നാലേ അത് നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ. നമ്മൾ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് വേണ്ടത്.
നമ്മൾ ഇതുകൂടെ നന്നായി ഷേപ്പാക്കി എടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കണ കാരണം കുറച്ച് ഷേപ്പ് ഇതുണ്ടാവും. എന്നാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നന്നായി ബോർഡ് പോലെ ആക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്ര വലിപ്പം മതിയാകും നമുക്ക്. സൈഡൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ എത്തിക്കോളും. ഇതോടെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ എല്ലാ ബോൾസും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോൺഫ്ലോർ 3 ടീസ്പൂൺ കോൺഫ്ലോർ പൗഡറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കണം. നമ്മൾ ആദ്യം ബ്രെഡ് വാങ്ങിയിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി. ഇത് നമ്മൾ ആദ്യം കട്ട്ലേറ്റ് പാറ്റി നമ്മൾ ഇതിലേക്ക് മുക്കിയതിന് ശേഷം ഇതിലേക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഇടും. നമ്മൾ നന്നായി കോട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നന്നായി കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കോൺഫ്ലോർ വെള്ളത്തിലേക്ക് ഇടണം. നമ്മൾ വീണ്ടും ആക്കിയെടുക്കണം. നല്ല ക്രിസ്മസ് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. കുറച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യണമെങ്കിൽ. നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യണത്. നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം എടുക്കേണ്ടതാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരണം. ഒരു ഭാഗം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റ് ഇതേ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇങ്ങനത്തെ ഒരു കളറാണ് വേണ്ടത്. നമുക്കിനി അടുത്തും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആവണം. കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. നമുക്ക് അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് കോരിയിട്ട് മാറ്റാം. നമ്മുടെ പനീർ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ഓക്കെ, ബൈ.